പ്രൈസ് ദി ലോർഡ്. ഒരുവൻ ലോകം മുഴുവൻ നേടിയാലും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? പ്രിയരെ, നമുക്കേവർക്കും വളരെ സുപരിചിതമായ ബൈബിളിലെ വേദവാക്യമാണ് ധൂർത്തപുത്രൻ്റെ ഉപമ. ആ മകൻ തൻ്റെ ഹൃദയത്തിൽ മാനസാന്തരം ഉണ്ടായപ്പോൾ തൻ്റെ അപ്പൻ്റെ അടുക്കിലേക്ക് തന്നെ മടങ്ങി വന്നു. അപ്പോൾ ആ അപ്പൻ വളരെയധികം സന്തോഷിച്ചു. അതുപോലെയാണ് പ്രിയരെ, ഒരു പാപി മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിൽ വരുമ്പോൾ സ്വർഗത്തിലെ നമ്മുടെ പിതാവ് വളരെയധികം സന്തോഷിക്കുന്നു. മനുഷ്യൻ അധർമ്മികളായി തിന്മയുടെ പടുകുഴിയിലേക്ക് വീഴുമ്പോൾ വേദനിപ്പിക്കുന്ന ഒരപ്പൻ സ്വർഗത്തിൽ നിന്നും നമ്മെ കാണുന്നു. മകനെ, മകളെ, നീ മടങ്ങി വരിക. അങ്ങനെ മാനസാന്തരം വന്ന് മടങ്ങി വന്ന ആ മകൻ്റെ ജീവിത ദൃശ്യ ആവിഷ്കാരത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ സാദരം ക്ഷണിക്കുന്നു. കാണാതെ പോയ പുത്രൻ. കഴിച്ച ആഹാരം ഇതുവരെ കഴിച്ചിട്ട് വളരെ രുചിയുള്ളതായിരുന്നു. ആണോ മോനെ? ഇത് ഞാൻ നിങ്ങൾക്കായി പ്രത്യേകം തയ്യാറാക്കിയ വെണ്ണയിൽ ചുട്ട ആട്ടിറച്ചിയും മേത്രമായ ഗോതമ്പ് ഉണ്ടാക്കിയ പേനയുമാണ്. ഇത്രയും സ്വാദുള്ള വീഞ്ഞ് ഞാൻ ഇതിനു മുമ്പ് കുടിച്ചിട്ടില്ല അപ്പ. അപ്പനിത് നിങ്ങൾക്ക് വേണ്ടി വേറെയും കരുതി വെച്ചിട്ടുണ്ട്. ഓ, എനിക്ക് നല്ല ക്ഷീണം. ഞാൻ ഉറങ്ങാൻ പോവുകയാണ്. നാളെ പാടത്ത് കൊയ്ത്ത് വളരെ ഉണ്ട്. വേലക്കാരധികവും നോക്കിക്കണ്ടു നിന്നില്ല. അവർ ശരിക്കും പണിയൊന്നും ചെയ്യില്ല. ശരി മകനെ, നീ പോയി വിശ്രമിച്ചോ. അപ്പ ശാലോ, അനിയ ശാലോ. ശാലോ ശാലോ. നമ്മുടെ പിതാക്കന്മാരായ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും സർവശക്തന്റെ കൃപ നിന്നോടുകൂടി ഇരിക്കുമാറാകട്ടെ. അനിയ, നീ ഉറങ്ങാൻ വരുന്നില്ലേ? ഇല്ല ജ്യേഷ്ഠ, ഞാനിപ്പോൾ ഉറങ്ങുന്നില്ല. എനിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഉറക്കമൊന്നുമില്ല. ജ്യേഷ്ഠൻ പോയി കിടന്നോളൂ. എനിക്ക് അപ്പനോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ശരി അനിയ, ഞാൻ പോകുന്നു. എന്താണ് മകനെ നിനക്കെന്നോട് പറയാനുള്ളത്? അപ്പ, എനിക്ക് പറയാനുള്ളത് അപ്പൻ ക്ഷമയോടുകൂടെ കേൾക്കണം. എനിക്ക് ഇവിടുത്തെ ജീവിതം അടുത്തു തുടങ്ങി. എനിക്ക് ദൂരെയുള്ള ദേശങ്ങളിൽ സഞ്ചരിക്കണം. അവിടുത്തെ ജനങ്ങളെ കാണണം. അവരുടെ ജീവിത രീതികൾ കണ്ട് മനസ്സിലാക്കണം. അപ്പ മകനെ, അതിന് നിനക്ക് എന്താണ് കുറവ്? ഒരു കുറവില്ലാതല്ലേ നിന്നെ ഞാനിവിടെ വളർത്തുന്നത്. പിന്നെ എന്താണ് ഇപ്പോൾ അങ്ങനെ ഒരു ചിന്ത? അപ്പം മടുത്തു. എനിക്കിവിടെ എന്താണുള്ളത്? എൻ്റെ ദൂരെയുള്ള സുഹൃത്തുക്കളൊക്കെ ദിവസവും കഴിക്കുന്നത് പിസയും ബർഗറും ഒക്കെയാണ്. അതെന്താണെന്ന് പോലും ഞാൻ കണ്ടിട്ടില്ല. അവർ എന്നെപ്പോലെ ഈ ഗ്രാമത്തിലെ വേഷങ്ങളൊന്നുമല്ല ധരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് ഈ തുകൽച്ചെരുപ്പല്ലേ തന്നിട്ടുള്ളത്. അവർ ധരിക്കുന്നത് വില കൂടിയ ഷൂസൊക്കെയാണ്. അപ്പൻ തുന്നി ഈ കുപ്പായിട്ടല്ല ഞങ്ങൾ വളർന്നത്. അവർ ധരിക്കുന്നത് വില കൂടിയ ജീൻസും ഷർട്ടും ഒക്കെയാണ്. എനിക്കും അവരുടെ കൂടെ കുറേ നാൾ ചെലവഴിക്കണം. എന്നിട്ട് അവിടെ ഒരു ബിസിനസ് ഒക്കെ ആരംഭിക്കണം. അപ്പന് പിന്നെ ബിസിനസ് എന്താണെന്ന് അറിയില്ലായിരിക്കും അല്ലേ? കച്ചവടം, പുതിയ കച്ചവടം ആരംഭിക്കണം. മകനെ, നീ നന്നായി ആലോചിച്ചിട്ട് തന്നെയാണോ ഈ പറയുന്നത്? നിനക്കതിന് കച്ചവടമൊന്നും വശമില്ലല്ലോ. പോരാത്തതിന് പാർശ്വദേശത്തെ വിദ്യാർത്ഥി നിന്നെ കബളിപ്പിക്കും. വേണ്ട, തടസ്സം പറയണ്ട. അതിനുള്ള പ്രായവും പക്വതയും ഒക്കെ എനിക്കായി. അപ്പൻ എന്നെ പോകാൻ അനുവദിച്ചാലും. അങ്ങനെയെങ്കിൽ ഞാനും തടസ്സം നിൽക്കുന്നില്ല. പക്ഷേ ഇതിനൊക്കെ ഒരുപാട് പണം ചെലവാവില്ലേ? അപ്പന്റെ കയ്യിൽ അതിനുള്ള പണമൊന്നുമില്ല കുഞ്ഞെ. അതിനൊരു ഉപായം ഉണ്ടപ്പ. അപ്പൻ എനിക്കുള്ള ഓഹരി വിറ്റ് കിട്ടുന്ന പണം എനിക്ക് നൽകിയാൽ മതി. ജീവിതം ഒന്നേ ഉള്ളൂ, അതെനിക്ക് ആസ്വദിക്കണം. അല്ലാതെ ഇവിടെ കിടന്ന് പാടം, ആട്, മാട്, കൃഷി ഇങ്ങനെ അലങ്ങി നരകിക്കാൻ എനിക്ക് മനസ്സില്ല. നീ എന്താണ് കുഞ്ഞെ പറയുന്നത്? നരയിക്കുന്നോ? അങ്ങനെയൊന്നും പറയില്ല മോനെ. ഈ അപ്പൻ അതൊന്നും താങ്ങാൻ കഴിയില്ല. അപ്പന് വലിയ വാക്കും കേട്ട് വേണ്ടാത്ത പണിയൊന്നും കാണിക്കരുത്. ജ്യേഷ്ഠൻ ഇത് ഇടപെടണ്ട. ഞാൻ ജ്യേഷ്ഠന്റെ ഓഹരി അല്ലല്ലോ ചോദിച്ചത്, എന്റെ ഓഹരിയാണ് ചോദിച്ചത്. ഇനി ഇതിന്റെ പേര് നിങ്ങൾ തമ്മിൽ തല്ലണ്ട. നിന്റെ ഓഹരി അതെന്താണെന്ന് വെച്ചാൽ അത് ഞാൻ തന്നോളാം. എങ്കിൽ ഞാനും സമ്മതിക്കുന്നു. അപ്പൻ ഇവനുള്ളതെല്ലാം നൽകിയാലും പിന്നൊരു ദിവസം എന്നെ കാണുവാനോ അപ്പനെ കാണുവാനോ നീ ഇവിടെ വരുവാൻ പാടില്ല. എന്ത്? ഞാൻ ഈ ഗ്രാമത്തിലേക്ക് തിരിച്ചു വരാനോ? എനിക്കെന്താ ഭ്രാന്തുണ്ടോ? തീർച്ചയായും ഞാൻ വരില്ല.
ഞാനങ്ങ് ദൂരദേശത്ത് ദിയാങ്കനെ മദ്ബയിൽ നിന്ന് വരുക. നിന്റെ വസ്ത്രം കാണാൻ എന്ത് ഭംഗിയാ, എനിക്ക് ഇതുപോലെ വാങ്ങി തരുമോ? അതിനെന്താ സുഹൃത്തെ, പക്ഷെ നേരത്തെ കാശുണ്ടോ? നീ നോക്കൂ, എന്റെ കയ്യിൽ ധാരാളം പണമുണ്ട്. അന്ന് വാ സുഹൃത്തെ, നമുക്ക് ഒരു 10 ജോഡി വാങ്ങാം. ഇപ്പൊ 5 രൂപക്ക് മാറ്റിക്കൂടെ നിനക്ക്? ഹായ് ബ്രോ, ഹൗ ആർ യു? ഹൗസ് യുവർ ലൈഫ് ഗോയിങ് ഓൺ? നൈസ് ബ്രോ. നിന്റെ പുതിയ ഫ്രണ്ട് ദൂരദേശത്ത് വന്നതാ. ഇതെന്താ, എനിക്ക് പറഞ്ഞു തരുമോ? എന്നെയും കൂടി ഒന്ന് പഠിപ്പിക്കുവോ? അതിനെന്താ, പിടിച്ചോളൂ. ഞാനെന്താ ചെയ്യണ്ടേ? ഇത് ഇങ്ങനെ കത്തിക്കുക, ഇത് ഇങ്ങനെ വലിക്കുക, ഇത് ഇങ്ങനെ ഊതുക. ആ ആ ആ അങ്ങനെ തന്നെ. ഹായ് ബ്രോ, ഹൗ ആർ യു? ഫൈൻ ബ്രോ. ഞാൻ ഒരു പെഗ് അടിക്കട്ടെ? ആ ഒഴിക്കളിയാ, അവനും കൊടുക്ക്. എനിക്ക് വേണ്ട. കുടിക്കേ. Cheers. എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നു, എനിക്ക് വിശക്കുന്നു. എവിടെ എന്റെ സുഹൃത്തുക്കൾ? എവിടെ എവിടെ? എനിക്ക് വയ്യ. എനിക്ക് തലവേദന എടുക്കും. എനിക്കൊരു ജോലി തരുമോ? ജോലിയൊന്നും ഇല്ല. അടിയൊരു ജോലി നൽകിയാൽ എന്റെ പക്കൽ ജോലിയൊന്നും അങ്ങനെ പറയരുത് യജമാനനെ. അടിയൻ ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി. എനിക്കൊരു ജോലി വേണം. ദയവ് ചെയ്ത് ഞാൻ അങ്ങയുടെ കാല് പിടിക്കാം. അങ്ങനെയെങ്കിൽ എന്റെ പക്കൽ ഒരു ജോലിയുണ്ട്. എന്റെ വീട്ടിലെ പന്നി ഫാമിലെ പന്നിയെ മേയ്ക്കുന്നവൻ ദീനം പിടിച്ച് കിടക്കുകയാണ്. ആ വീട്ടിലേക്ക് നിന്നെ നാം കൊണ്ടുപോകാം. ജോലി എന്തോ ആയിക്കൊള്ളട്ടെ യജമാനനെ. എനിക്ക് എന്റെ വിശപ്പ് മാറ്റണം. എനിക്ക് ഭക്ഷണം വേണം, അത് മാത്രം മതി. അങ്ങനെയെങ്കിൽ നിനക്ക് എന്നെ അനുഗമിക്കാം. നിന്നോട് ആരോടെ പറയാം പന്നികൾക്കുള്ള ആഹാരം കഴിക്കാൻ? നിന്നെ ഇവിടെ അടിമയായിട്ടാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അടിമകൾക്ക് ഭക്ഷണമൊന്നുമില്ല, കൂലിയുമില്ല, വേല മാത്രം. പോയി പണിയെടുക്കടാ. എന്റെ അപ്പന്റെ വീട്ടിലെ എത്രയോ ജോലിക്കാർ ധാരാളം ഭക്ഷണം കഴിച്ച് എത്രയോ ശേഷിപ്പിക്കുന്നു. ഞാൻ ഇവിടെ വിശപ്പ് മൂലം മരിക്കുവാറായി.
ഇനി എനിക്ക് വയ്യ. ഇവിടെ കിടന്ന് മരിക്കാൻ എനിക്ക് വയ്യ. ഞാൻ എന്റെ അപ്പന്റെ അടുത്ത് പോകും. എന്നിട്ട് അപ്പനോട് പറയും, അപ്പ ഞാൻ അപ്പനോട് സ്വർഗത്തോട് പാപം ചെയ്തു, എന്നോട് ക്ഷമിക്കണമേ എന്ന്. I hear your voice whispering softly, you still have a choice. When I am lost and I can't see, you walk the storm just to reach for me. You lift my soul, you calm my fear. Your love reminds me you're always near. Carry me home through the wind and the rain. Hold me close. ഭൃത്യ, നാളെ ചന്തയിൽ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വെച്ചോ നീ? അവരവിടെ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. ആ, നന്നായി. ഭൃത്യ, നീ വന്നേ. നീ അത് കാണുന്നുണ്ടോ? നീ ദൂരത്ത് നിന്ന് ഒരാൾ നടന്നു വരുന്നത്. അത് കാണാൻ എന്റെ മകനല്ലേ? അതെ യജമാനനെ, അതെ, അത് അങ്ങയുടെ കാണാതെ പോയ പുത്രൻ തന്നെ. മകനെ, നിനക്ക് സുഖമാണോ? ഇതെന്തൊരു കോലം. അപ്പ ഞാൻ അപ്പനോട് സ്വർഗത്തോടും പാപം ചെയ്തു. ഇനി അങ്ങയുടെ മകൻ എന്ന് വിളിക്കപ്പെടാൻ ഞാൻ യോഗ്യനല്ല. ഇനി എന്നെ അവിടുത്തെ മകനായി കാണണ്ട. ഇനിയുള്ള കാലം ഇവിടെ ഒരു ജോലിക്കാരനായി ഞാൻ കഴിഞ്ഞുകൊള്ളാം. എന്ത് ജോലിക്കാരനായി കഴിഞ്ഞുകൊള്ളാമോ? എവിടെയുണ്ട് ദാസന്മാർ? മേത്രമായ അംഗം കൊണ്ടുവരും. ഇവനെ ധരിപ്പിൻ, ഇവന്റെ കാലിൽ ചേർപ്പിൻ, ഇവന്റെ കൈക്ക് മൂന്നര വെടിയിപ്പിൻ. ഏറ്റവും തടിപ്പിച്ച ഒരു കാളക്കുട്ടി അറുത്ത് ഇന്ന് നാം തിന്ന് ആനന്ദിച്ച് ആഘോഷിക്കുക. അപ്പനെ നോക്കി കൃഷി നോക്കി എനിക്ക് തരാത്ത സൽക്കാരവും മഹിമയും കള്ളം കുടിച്ച് കൂത്താടി നടന്ന് ഇവനെ എന്തിനപ്പനെ സ്വീകരിക്കുന്നത്? അരുത് മകനെ, അരുത്. നീയോ എല്ലാ കാലവും എന്നോടൊപ്പം ഉണ്ടായിരുന്നു. പക്ഷെ ഈ മകൻ ഇവനെ കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. എന്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചിരിക്കുന്നു. കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. എന്റെ ഈ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചിരിക്കുന്നു. കാണാതെ പോയിരുന്നു, കണ്ടുകിട്ടിയിരിക്കുന്നു. പിതാവിൽ നിന്നും അകന്നുപോയ മനുഷ്യനെ തൻ്റെ ഏകജാതനായ യേശുവിൽ കൂടി നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്ന സ്നേഹമാണ് പിതാവിൻ്റെ സ്നേഹം. അതാണ് കാൽവറിയിൽ വിളിച്ചു പറയപ്പെട്ട ശബ്ദം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? എന്തുകൊണ്ട് പിതാവ് തൻ്റെ സ്വന്തം പുത്രനെ കൈവിട്ടത്? യെശയ്യാ 53 പറയുന്നു, അവനെ തകർത്ത് കളയുവാൻ ദൈവത്തിന് ഇഷ്ടം തോന്നി. എന്തിനാണ് യേശുവിനെ തകർത്തത്? നമ്മെ നേടേണ്ടതിന് സ്വന്തം പുത്രനായ യേശു ക്രിസ്തുവിനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. ഇതാണ് പിതാവിന്റെ സ്നേഹം. ആ സ്നേഹത്തെ മുറുകെ പിടിച്ചുകൊണ്ട് ക്രൂശിലേക്ക് നോക്കി നമുക്ക് ദൈവത്തിന് വേണ്ടി പ്രയോജനമുള്ളവരായി തീരുവാൻ ഏൽപ്പിച്ചു കൊടുക്കുക. ഈ ലോകത്തിന്റെ മോഹങ്ങളിൽപ്പെട്ട് മദ്യത്തിനും മയക്കമരുന്നിനും അടിമപ്പെടാതെ അന്ത്യത്തോളം ദൈവകരങ്ങളിൽ മുറുകെ പിടിച്ച് നല്ല ദൈവത്തിലായി നമുക്ക് മുന്നേറാം.